പാലക്കാട് ഓങ്ങല്ലൂർ പാറപ്പുറത്ത് ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. ആക്രിക്കട പൂർണ്ണമായും കത്തി. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമം നടത്തുകയാണ്. നിതിൻ തോമസിന്റെ വിവരങ്ങളുമായി. നിതിൻ, എത്ര നേരമായി തീപിടുത്തം തുടങ്ങിയിട്ട് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്താറായോ? തീ നിലവിൽ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ഈ റെഫ്രിജറേറ്റർ പൊളിച്ചിട്ടിരുന്ന ഷീറ്റിന് സമീപത്താണ് ഇത്തരത്തിൽ തീ പിടിച്ചത്. ആക്രിക്കട പൂർണ്ണമായും കത്തി നശിച്ചു. ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചെങ്കിലും പൂർണ്ണമായിട്ടും ആക്രിക്കടയ്ക്ക് തീ പിടിച്ചിരുന്നു. പൂർണ്ണമായിട്ടും കത്തി നശിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. എത്തരത്തിൽ ഈ റെഫ്രിജറേറ്റർ ആക്രിക്കടയാണ്, സ്വാഭാവികമായിട്ടും ഈ ഒരുപാട് സാധനങ്ങൾ കുന്നുപോലെ വലിച്ചു വാരിയിടും. അത്തരത്തിൽ എങ്ങനെയാണ് ഈ ഒരു തീ പിടിക്കാനുണ്ടായിരുന്ന കാരണം എന്നുള്ളത് ഇനിയും വിശദമായ അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. വിശദമായ പരിശോധനകൾ അപായങ്ങളൊന്നും തന്നെ എന്തായാലും ഇല്ല. റെഫ്രിജറേറ്ററും മറ്റും പൊളിച്ചിട്ടിരുന്ന ഷീറ്റിന് തീ പിടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക്. ആളുകൾക്ക് പരിക്കുകളൊന്നും ഇല്ല എന്നത് ആശ്വാസമാണ്. തീ ഏകദേശം നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ആക്രിക്കടയാണ് തീ പിടിച്ചത്. നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.